ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ബി ചാർട്ടിന്റെ കംപ്ലീറ്റ് രൂപത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ദ ഫുൾ ഫോംസ് ഓഫ് ബി ഐഡിയ. ഈ ചാർട്ട് കാണുമ്പോൾ തന്നെ എന്താ അതിന്റെ ഒരു കംപ്ലീഷനും മനോഹാരിതയും അല്ലേ? അതിന്റെ ഒത്ത നടുക്കിൽ നമ്മൾ കുടികൊള്ളുന്നു. ദാറ്റ് മീൻസ് ഐ ആം. ഈ ഐ ആം എന്ന വാക്ക് ആക്ച്വലി ഒരു അതിബൃഹത്തായിട്ടുള്ള ബ്രഹ്മാണ്ഡമായിട്ടുള്ള ഒരു മന്ത്രമാണ്. അറിയാമോ നിങ്ങൾക്ക്? അതൊക്കെ പറയാൻ പോയാൽ ഒരു പക്ഷേ ആഴ്ചകളോളം അതിന്റെ പിന്നാലെ പറഞ്ഞിരിക്കേണ്ടി വരും. എന്നാലും ഒരു പിടിയും കിട്ടില്ല. ആ ജാതി മെറ്റാഫിസിക്സ് ആണ്. അതൊക്കെ ഗംഭീരമായിട്ടുള്ള വിഷയങ്ങളാണ്. അത് എന്തായാലും തുടക്കല്ലേ, ഒരു നേരം പോക്ക് ആവട്ടെ. ഞാൻ ജസ്റ്റ് ഒരു നേരം പോക്ക് പറയാം. ഒരിക്കലും ഒരു കാടിന്റെ ഒരു ഓരത്ത് ഒരു സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണും ഒരു ചെക്കനും തമ്മിൽ കുറച്ചു കാലമായി അവർ പ്രേമബദ്ധരായി കഴിയുകയായിരുന്നു. ഒരു സ്റ്റേജില് ഈ പെൺകുട്ടിക്ക് എന്തോ ഒരു ഉൾവിളി. ഈ ഉൾവിളി എന്ന് പറയുമ്പോൾ മനസ്സിലാവില്ലേ, ഏറ്റവും സെന്ററിൽ കിടക്കുന്ന ഈ ഐ ചേംബറിൽ നിന്നുള്ള ഒരു ആകർഷണമാണ്. ഞാൻ ആരാണ്, ഹൂ ആം ഐ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മുടെ ഉള്ളിൽ അങ്ങ് പൊട്ടിമുളയ്ക്കും ഒരു സമയത്ത്. ആ സമയത്ത് പുറമേയുള്ള എല്ലാം വിട്ടുകറിഞ്ഞ് നമ്മുടെ ഉള്ളിലേക്ക് അങ്ങ് യാത്ര തുടരും. ഇതാണ് ഒരുതരം ഉൾവലിയൽ എന്ന് പറയുന്നത്. ആൻഡ് ഷീ ബിഗാൻ ടു ലീഡ് എ മിസ്റ്റിക് ലൈഫ്. മിസ്റ്റിക് എന്ന് പറഞ്ഞാൽ വളരെയധികം ഇങ്ങനെ യോഗിനി എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെയുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഇവളുടെ ഈ മാറ്റം ഈ ചെക്കന് അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഇവൻ കിടന്ന് അലഞ്ഞു തിരിഞ്ഞു തുടങ്ങുന്നു. ഞാൻ അവസാനം ഇവൾ ധ്യാനമിരിക്കുന്ന ആ ഗുഹയ്ക്ക് മുന്നിലെത്തി. ഗുഹയുടെ വാതിലാണെങ്കിലോ ഇവൾ അടച്ചിട്ടിരിക്കുക. ഉൾഭാഗത്ത് നിന്ന് മാത്രമേ തുറക്കാൻ സാധിക്കുള്ളൂ. സ്ത്രീകളുടെ ഹൃദയം പോലെ തന്നെയാണ്, ഹൃദയത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഇത് അങ്ങനത്തെ ഒരു മെറ്റാഫിസിക്കൽ സ്റ്റോറിയാണ് കേട്ടോ. അങ്ങനെ വാതിൽക്കൽ മുട്ടിയപ്പോൾ ഉള്ളിൽ നിന്നും ഒരു ചോദ്യം വരാണ്, ഹു ആർ യു? അപ്പൊ പരിചയമുള്ള ഇവന്റെ കാമുകിയുടെ ശബ്ദമല്ലേ. ഇവൻ അവിടെ നിന്ന് പറയണ, ഡാർലിംഗ് ഇറ്റ്സ് മീ. അപ്പൊ അവിടുന്ന് പറയും, ഐ ഹാർലി നോ ഹു യു ആർ എന്ന് പറഞ്ഞിട്ട് അവള് തിരിച്ചങ്ങ് പോയി. ഇവനാണെങ്കിൽ ആകെ ഡിപ്രസ്ഡായി. He also began a wandering life, and on that course of life he happened to meet with a master, a yogic master, and had some interactions about his personal life and his personal afflictions. അവന്റെ പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞു. അപ്പൊ ഈ മാസ്റ്റർ അവനൊരു വിദ്യ ഉപദേശിച്ചു കൊടുത്തു. അവൻ അത് പ്രകാരം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് അവനും ചില കാര്യങ്ങൾ മനസ്സിലായി. ഈ ഐ എന്ന് പറയുന്ന സംഭവം, ഐ ആം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രത്യേക ഒരു അവസ്ഥയിലേക്ക് അവനും എത്തിച്ചേർന്നു. അതിന്റെ സൂത്രവിദ്യ, ആ ഗുട്ടൻസ് മനസ്സിലാക്കിയ ഉടനെ തന്നെ അവൻ വീണ്ടും അവന്റെ പ്രിയ സഖി തപസ്സിരിക്കുന്ന, ധ്യാനമിരിക്കുന്ന ഗുഹയ്ക്ക് മുന്നിലെത്തിയിട്ട് മുട്ടി വിളിച്ചു. വീണ്ടും അതേ പഴയ ചോദ്യം ആവർത്തിക്കപ്പെട്ടു, ഹു ആർ യു? അപ്പൊ ഈ തവണ അവന്റെ ഉത്തരം ഇതായിരുന്നു, ഇറ്റ്സ് യു. നീ തന്നെയാണ് പുറത്ത് കാത്തു നിൽക്കണമെന്ന് പറഞ്ഞു. ഓൺ ദാറ്റ് സ്പോട്ട് ദ ഡോർ വാസ് ഓപ്പൺഡ്. അതായത് ഇതൊരു മിസ്റ്റിക് സ്റ്റോറിയാണെന്ന് ഞാൻ പറഞ്ഞു. ദാറ്റ് മീൻസ് അകമയും പുറമേയും ഒന്ന് തന്നെ എന്നുള്ള തിരിച്ചറിവ് വന്നിട്ടുള്ള ഒരു ആത്മാവിന്റെ അല്ലെങ്കിൽ ഒരു സാധകന്റെ ഒരു സാഫല്യത്തിന്റെ ഒരു കഥയെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് അതൊക്കെ. അപ്പോൾ ദ ക്വസ്റ്റ്യൻ ഹു ആർ യു represents a big challenge for those who are on the path to self-realization. ആ റിയലൈസേഷന്റെ പാത്തിലൂടെ യാത്ര ചെയ്യുന്ന സാധകന്മാർക്ക് വലിയ ഒരു പോസിബിലിറ്റിയും വെല്ലുവിളിയും ഒരുപോലെ തുറന്നിടുന്ന ഒരു ഗംഭീരമായിട്ടുള്ളൊരു വാചകമാണ്, ഒരു മന്ത്രമാണ് ഹു ആം ഐ. ഞാൻ ആരാണ് എന്ന ചോദ്യം. നമ്മൾ ഇംഗ്ലീഷ് പഠിതാക്കൾ എന്നുള്ള നിലയിൽ നമുക്കറിയേണ്ടത് ഹു ആർ യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, വാട്ട് ആർ യു. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ത്? നമ്മൾ ഹു ആർ യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേരാണ് പറയേണ്ടത്. നിങ്ങൾ എന്താണ്, വാട്ട് ആർ യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലി എന്താണെന്നാണ് ചോദ്യം. അപ്പൊ ഹു ആർ യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ആം ഡേവിഡ്, അങ്ങനെ പേര് പറയാ. ആൻഡ് വാട്ട് ആർ യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ആർ യു ഡൂയിങ് ഫോർ എ ലിവിംഗ്, നിങ്ങൾ എന്താണ് ഉപജീവനത്തിനായി ചെയ്യുന്നത്, വാട്ട്സ് യുവർ ജോബ് എന്നാണ് വാട്ട് ആർ യു എന്ന ചോദ്യത്തിന്റെ അർത്ഥം. അപ്പൊ ഹു ആർ യും വാട്ട് ആർ യും തമ്മിൽ ഒരു ഐഡിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ ലെറ്റ്സ് കം ബാക്ക് ടു അവർ ബ്യൂട്ടിഫുൾ ചാർട്ട്. ഇപ്പോൾ ഐ ആം എന്ന പവിത്രമായിട്ടുള്ള മന്ത്രം ഏറ്റവും സെന്ററിൽ മധ്യഭാഗത്തായിട്ട് നമ്മുടെ ഹൃദയ കേന്ദ്രത്തിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുന്ന കണ്ട. ഈ ഹൃദയ കേന്ദ്രം കീഴടക്കാനാണ് നമ്മൾ പോകുന്നത്, നമ്മുടെ എല്ലാ യാത്രയും. അപ്പൊ നമ്മൾ മുൻപത്തെ ചാർട്ടുകളിലൊക്കെ പരിചയപ്പെട്ടിട്ടുള്ള പോലെ ഐ ആം, ഐ വാസ്, ആൽ ബി, ആ പ്രസന്റ്, പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ ആ സെൻട്രൽ പൊസിഷൻ ഓക്യുപ്പൈ ചെയ്തിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ മുകൾ ഭാഗത്ത് ക്യാൻ ബി, വിൽ ബിക്ക് ശേഷം ആ ഫ്യൂച്ചറുകളൊക്കെ, ദാറ്റ് മീൻസ് ക്യാൻ ബി, ഷുഡ് ബി, മേ ബി, അതിന്റെ ഈക്വൽ ആയിട്ടുള്ള പാസ്റ്റുകളാണ് നേരെ ആരോ ഇട്ട് താഴ്ത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് ഏത് വുഡ് ഹാവ് ബീൻ, കുഡ് ഹാവ് ബീൻ, ഷുഡ് ഹാവ് ബീൻ, മൈറ്റ് ഹാവ് ബീൻ. അപ്പൊ ഈ ഫ്യൂച്ചർ ആയിട്ടുള്ള വിൽ ബി ആണ് വുഡ് ഹാവ് ബീൻ ആവുന്നത്, ക്യാൻ ബി ആണ് കുഡ് ഹാവ് ബീൻ ആവുന്നത്, ഷുഡ് ബി ആണ് ഷുഡ് ഹാവ് ബീൻ ആവുന്നത്, മേ ബി ആണ് മൈറ്റ് ഹാവ് ബീൻ ആവുന്നത്.
ഇങ്ങനെ ആ ഒരു ഫ്യൂച്ചർ പാസ്റ്റ് ആ ഒരു ഷട്ടിലിംഗ് ഒരു ഡയമെൻഷൻ കിട്ടാൻ വേണ്ടി നമുക്കത് കോംപ്രിഹെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. വാസ്തവത്തില് ഇത്തരം ഒരു സജ്ജീകരണം ഈ ലോകത്ത് ഇന്നോളം ഒരു പഠനത്തിലും ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നവർത്തോ ഒരു സ്ഥലത്തും ഇല്ലാത്തൊരു അതീവ ഹൃദ്യമായുള്ള ഒരു സജ്ജീകരണമാണ്. അതിന്റെ ഏറ്റവും സെന്ററിൽ ആയി കിടക്കുന്ന കണ്ടോ, അതും ആക്ച്വലി സ്പിരിച്വൽ കൊണോട്ടേഷൻ വേണമെങ്കിൽ നമുക്ക് സങ്കല്പിക്കാം. ഒക്കെ നമ്മുടെ സങ്കല്പമാണ് കേട്ടോ. ഭഗവാൻ രമണ മഹർഷി എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രേറ്റ് മാസ്റ്ററിനെ കുറിച്ച് നമ്മൾ പൊതുവെ ലോകം മുഴുവനും അറിയും, നമ്മളാണ് കുറെ ആൾക്കാർ അറിയാത്തത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നമ്മളെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞില്ലെങ്കിൽ, ദാറ്റ് മീൻസ് നമ്മൾ ആരാണെന്ന് അറിയാത്തിടത്തോളം കാലം നമ്മൾ ബാക്കി എന്ത് പഠിച്ചിട്ടും കാര്യമില്ല. അതിനെ അദ്ദേഹത്തിന്റെ രസകരമായ ഭാഷയിൽ പറയുന്നത് നാനാജ്ഞാനം അജ്ഞാനം എന്നാണ്. അതായത് ബാക്കിയുള്ള എല്ലാ ജ്ഞാനങ്ങളും അജ്ഞാനം എന്ന ഗണത്തില് കൂട്ടും, നമ്മൾ ആരാണ് എന്നുള്ള ആ ഒരു വിദ്യ അറിഞ്ഞില്ലെങ്കിൽ. അപ്പോ സെൻട്രല് ഞാൻ ആരാണ് എന്നുള്ള ഒരു ബോധം വേണമെന്ന് മനസ്സിലായിരുന്നില്ലേ? ഓക്കെ, അവിടെ നിന്ന് നമുക്ക് ആരംഭിക്കാം. അപ്പോൾ ഐ ആം, ഐ വാസ്, ഐ വിൽ ബി. നമ്മുടെ ഐ ആം ഞാനാണ്, ഐ വാസ് ഞാനായിരുന്നു, ഐ വിൽ ബി ഞാനാകും. ഇനി അങ്ങോട്ട് നമ്മൾ എങ്ങനെ പറയണം എന്നുള്ളതിന്റെ ആ ഒരു ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ നമ്പറിംഗ് സിസ്റ്റം കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നോക്കൂ, വിൽ ബി കഴിഞ്ഞാൽ നേരെ ഓർഡർ പോകുന്നതൊക്കെ വുഡ് ഹാവ് ബീൻ. അപ്പോൾ ഞാനാകും, ഞാനാവേണ്ടതായിരുന്നു. എനിക്ക് പറ്റുമായിരുന്നു കേട്ടോ. ഞാൻ ചെയ്യേണ്ടതായിരുന്നു. ഞാൻ ചെയ്തേക്കാം, ഞാൻ ഒരു പക്ഷെ ചെയ്തിരുന്നിരിക്കാം. ആക്ച്വലി ഇങ്ങനെ ഒരു ഓർഡറിന് ഒരു പ്രസക്തിയുമില്ല എന്ന് നമ്മൾ മുൻപേ പറഞ്ഞിട്ടുണ്ട്. കാരണം ഓർഡറൊക്കെ ബ്രെയിനിലാണ്, കോൺഷ്യസ് മൈൻഡിന്റെ പ്രൊഡക്റ്റ് അല്ലേ. നമുക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ ഇതൊക്കെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഓർഡറിന് ഒരു പ്രസക്തി ഇല്ലെങ്കിൽ പോലും നമുക്ക് തൽക്കാലം ഇവയൊക്കെ ഇത്ര എണ്ണമുണ്ട്, ഇത് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ അർത്ഥങ്ങൾ, ഇതിന്റെ പേരും നാളൊക്കെ ഇന്നതൊക്കെയാണ് എന്നുള്ളൊരു ഒരു പരിമിതമായിട്ടുള്ള ഒരു ചെറിയൊരു അറിവ് നമുക്ക് വേണമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത്. അപ്പൊ ആ പഠിക്കുന്നത് ഒരു രസകരമായ രീതിയിലാവണം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള ചില സജ്ജീകരണങ്ങളും ഓർഡറുകളും ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോ ഒരു ഒതുക്കം കിട്ടുന്നുണ്ട് നമുക്ക്. ഇതൊക്കെ നമുക്ക് അർത്ഥങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കി നോക്കാം. നമ്മൾ നടുവിലുള്ള ഭാഗം ആദ്യം നമുക്ക് അറിയാം. ഇനി നമുക്ക് മുകളിലത്തെ നോക്കൂ, ക്യാൻ ബി ആകാൻ പറ്റും, ഷുഡ് ബി ആകണം. ഷുഡിന്റെ അർത്ഥം നം എന്നാണെന്ന് നമ്മൾ മുൻപേ പഠിച്ചിട്ടുണ്ട്. മേ ബി ആയേക്കാം. ഇനി നമുക്ക് പാസ്റ്റിലേക്ക് നോക്കൂ. വുഡ് ഹാവ് ബീൻ ആയേനെ. ഐ വുഡ് ഹാവ് ബീൻ എ ഡോക്ടർ. ഞാനൊരു ഡോക്ടർ ആയേനെ പണ്ട്. അന്ന് പക്ഷെ പഠിക്കാൻ പോകുന്ന ഒന്ന് മഴ പെയ്തായിരുന്ന എന്നൊക്കെ പറയുന്നില്ല ചില ആൾക്കാർ നേരം പോക്ക്. അപ്പൊ ഐ വുഡ് ഹാവ് ബീൻ എ ഡോക്ടർ. ഞാനൊരു ഡോക്ടർ ആയേനെ. അന്ന് ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ ഞാനൊരു ഡോക്ടർ ആയേനെ. I would have been a doctor, I would have been an engineer, I would have been this, I would have been that. ഇങ്ങനെ ഒരു സംഗതി പറയും. could have been എന്ന് പറഞ്ഞാല് could have been, ക വന്നില്ലേ, അപ്പൊ കഴിവിന്റെ എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു കേട്ടോ, പക്ഷെ എന്തുകൊണ്ടോ ചെയ്തില്ല. ഇവിടെ ഞാൻ മുൻപ് പറഞ്ഞ ആ ഒരു ടിപ്പ് മനസ്സിലോർക്കുക. ഈ താഴെ കൊടുക്കുന്ന ഈ സംഗതികളൊക്കെ പാസ്റ്റിന്റെ താഴെയുള്ള വുഡ് ഹാവ് ബീൻ, കുഡ് ഹാവ് ബീൻ, ഷുഡ് ഹാവ് ബീൻ, മൈറ്റ് ഹാവ് ബീൻ, മസ്റ്റ് ഹാവ്, ഇതൊക്കെ പറയുന്നത് പാസ്റ്റ് ഡയമെൻഷനിലാണ്. ദാറ്റ് മീൻസ് ഇതിനൊക്കെ ഓപ്പോസിറ്റ് ഇഫക്റ്റ് എന്ന ഒരു ബ്രാൻഡ് ലേബലിലാണ് ഇവർ അറിയപ്പെടുന്നത്. ദാറ്റ് മീൻസ് ആ പറയുന്നതിന്റെ ഒക്കെ നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവിച്ചിരിക്കുന്നത്. വുഡ് ഹാവ് ബീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ആയേനെ, പക്ഷെ ആയില്ല. കുഡ് ഹാവ് ബീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ആകാമായിരുന്നു, പക്ഷെ ആയില്ല. ഷുഡ് ഹാവ് ബീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ആകേണ്ടതായിരുന്നു കേട്ടോ, പക്ഷെ ആയില്ല. മൈറ്റ് ഹാവ് ബീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഒരു പക്ഷെ അങ്ങനെ ആയിരുന്നിരിക്കാം, പക്ഷെ ഉറപ്പില്ല. പക്ഷെ അത് നമുക്ക് വേണമെങ്കിൽ ഈ ഓപ്പോസിറ്റിൽ തന്നെ പെടുത്താവുന്നതാണ്. പക്ഷെ ആയില്ല എന്ന ഒരു ധ്വനിയുണ്ട്, പക്ഷെ അത് ഉറപ്പില്ലായ്മയാണ് കൂടുതൽ കിടക്കുന്നത്. എന്തായാലും ഈ സ്ട്രക്ചറുകൾക്കൊക്കെ പറയുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സെൻസ് എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മളിത് നെഗറ്റീവിൽ പറഞ്ഞു കഴിഞ്ഞാലോ അപ്പൊ പോസിറ്റീവ് സെൻസ് ആയി. ഐ വുഡന്റ് ഹാവ് ബീൻ എ ഡോക്ടർ. ഞാനൊരു ഡോക്ടർ ആവൂലായിരുന്നു. നിന്റെ ഒന്നും സഹായം ഇല്ലായിരുന്നെങ്കിൽ എനിക്കൊരു ഡോക്ടർ ആവാൻ പറ്റില്ലായിരുന്നു. ഐ കുഡന്റ് ഹാവ് ബീൻ, ആകാൻ പറ്റില്ലായിരുന്നു, പക്ഷെ ആയി നിന്റെ സഹായം കൊണ്ട്. ഞാനിങ്ങനെ ആവില്ലായിരുന്നു, ഞാൻ ഇതുപോലെ ഒരു ഗതിയില്ലാത്തവൻ ആവില്ലായിരുന്നു. ഐ വുഡന്റ് ഹാവ് ബീൻ എ ബെഗർ ലൈക്ക് ദിസ്, പക്ഷെ ആയിപ്പോയി. ഐ കുഡന്റ് ഹാവ് ബീൻ പറഞ്ഞു. ഐ ഷുഡന്റ് ഹാവ് ബീൻ, ഞാൻ ആവാൻ പാടില്ലായിരുന്നു. ഐ ഷുഡന്റ് ഹാവ് ബീൻ സോ സിൻസിയർ, ഞാൻ ഇത്രയും സിൻസിയർ ആവാൻ പാടില്ലായിരുന്നു, പക്ഷെ ആയിപ്പോയി. അതുകൊണ്ടാണ് എനിക്ക് ഈ അബദ്ധങ്ങളൊക്കെ പറ്റിയത്. കണ്ട, അങ്ങനെയൊക്കെ പറയുന്ന ഒരു സെൻസ് ഉണ്ട്. എങ്ങനെ പോസിറ്റീവായാലും നെഗറ്റീവായാലും എന്താണോ പറയുന്നത് അതിന്റെ നേർ വിപരീതമായിട്ടാണ് ഇതിന്റെ അർത്ഥങ്ങൾ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് പറയൂ, നിങ്ങൾ അവിടെ പോകേണ്ടതായിരുന്നു കേട്ടോ എന്ന് പോയ ഒരാളോട് പറയാൻ പറ്റില്ലല്ലോ. പോകാത്ത ഒരാളോടല്ലേ പറയാൻ പറ്റുള്ളൂ പോകേണ്ടതായിരുന്നു എന്ന്. അതായത് നിങ്ങൾ പോയില്ല, അതുകൊണ്ടാണ് ഇത് ചോദിക്കുന്നത്.
അപ്പൊ ഇത്തരം ഓപ്പോസിറ്റ് ഇഫക്റ്റുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് വുഡ് ഹാവ് ബീൻ ആയാലും വുഡ് ഹാവ് ഡൺ ആയാലും വുഡ് ഹാവ് ഹാഡ് ആയാലും വി ഡു ഹാവിന്റെ ഒക്കെ ഇതേപോലെ ഇത് അങ്ങനെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നേ ഉള്ളൂ ഡൂവിലും ഹാവിലും. നമുക്കിപ്പോ അതറിയാം, അത്തരം സ്ട്രക്ചറുകൾ ഇനി ഉള്ളൂ, വേറെ ഒന്നും ബാക്കിയില്ലല്ലോ. അപ്പോ ബീനെ ഒതുക്കത്തിലൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ ഡൂവിലും ഹാവിലും ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈ കുത്തിൽ തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അത്ര സിമ്പിൾ അല്ല, അത്ര ഒതുങ്ങി നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പൊ ഈ 10 സ്ട്രക്ചറുകളുടെയും അർത്ഥം പിടികിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് എന്താണ്? നമുക്കിതിനെ സൈക്കോ ലിംഗ്വിസ്റ്റിക് ട്രെയിനിങ് ട്രാക്കിലൂടെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അങ്ങ് ഫീഡ് ചെയ്യണം. അങ്ങനെയാണ് അത് നമ്മുടെ സ്വന്തമാവുന്നത്. നമ്മുടെ ബ്രെയിനിൽ കയറ്റിയിരുത്തുന്നത് മുറ്റത്ത് അല്ലെങ്കിൽ മാക്സിമം നമ്മുടെ സിറ്റ് ഔട്ടില് കയറ്റിയിരുത്തി സംസാരിക്കുന്ന പോലെയാണ്. ഒരകലമുണ്ട്, നമ്മുടെ സ്വന്തക്കാരനായിട്ടില്ല. സ്വന്തക്കാരെ നമ്മൾ സിറ്റ് ഔട്ടിലല്ലോ വിളിച്ചിരുത്ത്, അവരെ നേരെ നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് അകത്തളങ്ങളിലേക്ക് വിളിച്ചു കൊണ്ടുവരും. അതുപോലെയാണ് ഉള്ളിലേക്ക് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വിളിച്ചു കൊണ്ടുവന്നിട്ടുള്ള അവിടെ ഇരിപ്പുറച്ചിട്ടുള്ള അവിടെ അധികാരമുള്ള സ്നേഹം കൊണ്ടോ എന്തുകൊണ്ടോ അധികാരം കിട്ടിയിട്ടുള്ളതൊക്കെ നമ്മുടെ സ്വന്തക്കാരാണ്. അതുപോലെ ആ ഒരു സ്ഥലത്തേക്ക് ഇംഗ്ലീഷിനെ കൂട്ടിക്കൊണ്ടു പോകണം. അതിന് നമുക്ക് സൈക്കോ ലിംഗ്വിസ്റ്റിക് ട്രെയിനിങ് മെത്തേഡ് തന്നെ ഒരു മാർഗമുള്ളൂ. അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഈ സബ് കോൺഷ്യസ് ട്രെയിനിങ്ങിലേക്ക് കൊണ്ടുവരിക? മുൻപൊക്കെ നമ്മൾ കുറെ സ്പീച്ചുകളൊക്കെ തയ്യാറാക്കിയിട്ട് ഒരു സ്പീച്ച് ഫോർമാറ്റിലാക്കിയിട്ട് ഈ സൈക്കോ ലിംഗ്വിസ്റ്റിക്കിലേക്ക് പോന്നപ്പോൾ അതിന്റെ തലയും പാലൊക്കെ കളഞ്ഞു, ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും കളഞ്ഞിട്ടാണെങ്കിൽ പോലും എന്നാലും ഒരു സെറ്റ് ഓഫ് ഐറ്റംസ് നമ്മൾ തയ്യാറാക്കിയിട്ടാണ് ഈ സൈക്കോ ലിംഗ്വിസ്റ്റിക് ട്രെയിനിങ്ങിലേക്ക് വന്നത്. ഇവിടെ ഇപ്പൊ എന്താണ് നമ്മൾ അങ്ങനെ ചെയ്യാൻ പറ്റുക? ആകെ കൂടി ഓരോ ലൈനുകളല്ലേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ വേണമെങ്കിൽ ഞാൻ ആണ്, ഐ ആം, ചുമ്മാ എന്താണെന്ന് പോലും പറയുന്നില്ല. കണ്ടോ, വെറുതെ ആ സ്ട്രക്ചർ ബേസിക് ഐഡിയ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ആ ബേസിക് ലെവലിൽ തന്നെ നമ്മൾ അവനെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കയറ്റുകയും വേണം. കാരണം അതതിന്റെ റൂട്ട്സ് ആണ്. അപ്പൊ ഈ റൂട്ട് തലത്തില് നമ്മൾ ഇവനെ നമ്മുടെ ഉള്ളിൽ പതിപ്പിക്കണം. അതിന്റെ നിയമം നമ്മൾ പറഞ്ഞു, ഇറ്റ്സ് ദ റൂട്ട്സ് ദാറ്റ് ക്രിയേറ്റ് ദ ഫ്രൂട്ട്സ്. റൂട്ട്സ് ആണ് പിന്നീട് ഫ്രൂട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് റൂട്ട്സ് അതീവ ശ്രദ്ധയോടെ നമ്മുടെ ഹൃദയത്തിന്റെ മണ്ണിൽ പതിപ്പിച്ച് വെള്ളമൊഴിച്ച് അതിന്റെ വേരുകൾ പടർത്താനായിട്ട് അനുവദിക്കണം. അവിടെയാണ് നമ്മുടെ വിജയം. അപ്പൊ ഐ ആം, ഞാനാണ്, ഇങ്ങനെ പരിശീലിച്ചത് കൊണ്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്നുണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ കുറെ കാലം ചെയ്തിട്ടുള്ള ഒരു രീതിയല്ലേ, ഈ സെമാർ ആണ് ആകുന്നു, വാസ് വേർ ആയിരുന്നു, വിൽ ബി ആകും, ഇങ്ങനെയൊക്കെ ധാരാളം പരിശീലനങ്ങൾ കുറെ കാലം എല്ലാവരും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്തുണ്ടായി? കാരണം ഇതൊന്നും സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തിയിട്ടില്ല. അതൊക്കെ ആ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ചായയും കുടിച്ചിട്ട് എന്നാ ശരി എന്ന് പറഞ്ഞിട്ട് പൊടിയും തട്ടി അങ്ങ് പോയിരുന്നു. പിന്നീട് അവരെ കണി കാണാൻ പറ്റിയിട്ടില്ല. അതുപോലെയാണ് നമ്മുടെ കയ്യിൽ നിന്നും ഇംഗ്ലീഷ് നമ്മളെ ബൈ ബൈ പറഞ്ഞ് നമ്മളെ വിട്ടുപോയിട്ടുള്ളത്. അപ്പൊ ഇനി അങ്ങനെ നമുക്ക് ഇംഗ്ലീഷിനെ വിട്ട് കളയാൻ പറ്റില്ല. ഇവരെ നമ്മൾ നമ്മുടെ ഉള്ളിൽ അങ്ങ് ഒരു ബന്ധം കൊടുത്ത് നമ്മുടെ ഉള്ളിൽ കയറ്റിയിരുത്തണം, അവിടെ സ്ഥാപിക്കണം. അപ്പൊ അതിനുള്ള ടെക്നിക്കാണ് ഇത് സബ് കോൺഷ്യസ് മൈൻഡിൽ പ്രാക്ടീസ്. എങ്കിൽ സൈക്കോ ലിംഗ്വിസ്റ്റിക് മെത്തേഡ് പ്രകാരം ബി സ്ട്രക്ചറുകളെ എങ്ങനെയാണ് നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഫീഡ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. ഇത് പ്രധാനപ്പെട്ട 10 സ്ട്രക്ചറുകൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. പക്ഷെ ഈ 10 എണ്ണവും ഈ സൈക്കോ ലിംഗ്വിസ്റ്റിക് ട്രെയിനിങ് മെത്തേഡ് പ്രകാരം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഫീഡ് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഇത് നമ്മുടെ സ്വന്തമാവുകയുള്ളൂ. നമ്മൾ ഇതിനെ ഇമോഷണൽ അറ്റാച്ച്മെന്റ് കൊടുത്ത് ഇമോഷണൽ ആ ലവ് ആൻഡ് ഫീലിങ്സും എല്ലാം ഊട്ടി ഉറപ്പിച്ച് നമ്മുടെ ഹൃദയത്തിൽ അങ്ങ് കയറ്റി ഒരു ബന്ധം സ്ഥാപിച്ച് നമ്മുടെ സ്വന്തമാക്കി മാറ്റാൻ പോവാണ്. പക്ഷെ ഇവിടെ നമ്മള് ഇന്നലത്തെ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിക്കണം. ചുമ്മാ ഐയും യുവും ഹീയും മാത്രം പറഞ്ഞത് കൊണ്ടായില്ല. നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ എങ്ങനെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അത് പ്രകാരമുള്ള ഏതാനും നല്ല ജീവനുള്ള എക്സാമ്പിൾസ്, ജീവനുള്ള സബ്ജക്ട്സിനെ സെലക്ട് ചെയ്തുകൊണ്ട് അത് വെച്ചുകൊണ്ട് പറഞ്ഞു പഠിക്കുക. അത്തരത്തിലുള്ള 2-3 എക്സാമ്പിൾസ് ഞാൻ പറയാം. വേണമെങ്കിൽ 1-2 മോഡലും കാണിച്ചു തരാം. ബാക്കിയെല്ലാം അത് പ്രകാരം നിങ്ങൾ അങ്ങ് പറഞ്ഞേക്കണം. എല്ലാ സ്ട്രക്ചറുകളും ഈ 6 സ്റ്റേജിലൂടെയും കോൺഷ്യസ് ലെവലിന്റെ 3 സബ് കോൺഷ്യസ് ലെവലിന്റെ 3 ഈ 3 6 സ്റ്റെപ്പിലൂടെയും നിങ്ങൾ പറഞ്ഞാലാണ് ഇവ നിങ്ങളുടെ സ്വന്തമായി തീരുള്ളൂ, സ്വന്തക്കാരനായി മാറുകയുള്ളൂ ഇംഗ്ലീഷ് ഭാഷയുടെ ഈ സ്ട്രക്ചറുകൾ. അപ്പൊ അത് മറക്കാതെ കൃത്യമായി പരിശീലിക്കണം. ഞാൻ അതിന്റെ മോഡൽസ് മാത്രം കാണിച്ചു തരാം. ഇപ്പൊ ഒരു ഫസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നോക്കൂ, മൈ കസിൻ ജെയിംസ് ഈസ് വെരി പ്രാക്ടിക്കൽ. മൈ കസിൻ ജെയിംസ് ഈസ് എ പ്രാക്ടിക്കൽ മാൻ. ഇപ്പൊ നോക്ക്, ഹി ഈസ് പ്രാക്ടിക്കൽ എന്ന് പറയുന്നതിന് പകരം ആ ഹി എന്ന വാക്കിനെ ഞാൻ മൈ കസിൻ ജെയിംസ് എന്നാക്കി മാറ്റി. അത് നോക്കി, മൈ കസിൻ ജെയിംസ് ഈസ് എ പ്രാക്ടിക്കൽ മാൻ. ഇപ്പൊ നമ്മൾ ഈസ് എപ്പോഴും ഈസും വാസും ഒക്കെ എപ്പോഴും പറയുന്ന എക്സാമ്പിൾ ആയതുകൊണ്ട് അത് മാറ്റാം. ആ ഈസ് പോട്ടെ, നമുക്ക് അതിന് പകരം ഏത് പറയാം? മൈ കസിൻ ജെയിംസ് മേ ബി, ഒരു പക്ഷെ ആയേക്കാം എന്ന് വേണമെങ്കിൽ പറയാം. മൈ കസിൻ ജെയിംസ് മേ ബി എ വെരി ടാലന്റഡ് പേഴ്സൺ.
മേ ബി പ്രാക്ടിക്കൽ എന്ന് എനിക്ക് പറയാൻ ഫീൽ ചെയ്യുന്നില്ല. കാരണം എനിക്ക് അദ്ദേഹത്തിന് അറിയുന്ന ഒരാളാണ്. എന്റെ പേഴ്സണലി എനിക്ക് അറിയുന്ന ഒരു റിലേറ്റീവ് ആണ്. എന്റെ വലിയൊരു വെൽ വിഷറും ഈസ് എ വെരി ലവിങ് കസിൻ ആൻഡ് ബ്രദർ, മൈ എൽഡർ ബ്രദർ ടു മീ. സോ അദ്ദേഹം ഹി മേ ബി പ്രാക്ടിക്കൽ എന്ന് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഓട്ടോമാറ്റിക്കലി ആ സെൻസ് മാറിപ്പോയത്. ഹി മേ ബി ഹൈലി ടാലന്റഡ്, വളരെ ടാലന്റഡ് ആയിരിക്കാം. എനിക്ക് മുഴുവനായിട്ട് അറിയില്ല അദ്ദേഹത്തിന്റെ ടാലൻസ്, അതുകൊണ്ടാണ് എനിക്കത് വേണമെങ്കിൽ പറയാം. ഹി മേ ബി ഹൈലി ടാലന്റഡ്, വെരി ടാലന്റഡ്. ഇപ്പൊ എക്സാമ്പിൾ നോക്കി, ഹി മേ ബി ടാലന്റഡ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ. ഹി എന്നുള്ളത് ഞാൻ ഒന്ന് ഡെവലപ്പ് ചെയ്യാണ്. എന്റെ എങ്ങനെയാക്കി, മൈ കസിൻ ജെയിംസ്. എനിക്ക് ശരിക്കും അങ്ങനെ പറയുമ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഞാനിപ്പോ എന്റെ റിയൽ ലൈഫിൽ ഫീൽ ചെയ്ത് പറയുമ്പോൾ എനിക്ക് ചുമ്മാ മൈ കസിൻ ജെയിംസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഉള്ളുകൊണ്ട് ഒരു സുഖമില്ലായ്മ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് ഞാൻ എപ്പോഴും എന്റെ ചേട്ടന്റെ സ്ഥാനത്ത് കാണുന്ന ജെയിംസ് ചേട്ടാ എന്ന് മാത്രമേ ഞാൻ വിളിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് എന്റെ റിയൽ ലൈഫിൽ പറയണമെങ്കിൽ ഞാനത് എങ്ങനെ പരിശീലിക്കണം? മൈ കസിൻ ജെയിംസ് ചേട്ടൻ ഈസ് എന്ന് പറയണം. മൈ കസിൻ ജെയിംസ് ചേട്ടൻ. നമ്മൾ ജെയിംസ് ചേട്ടൻ എന്നും വേണ്ട, ജെയിംസ് ചേട്ടൻ അങ്ങനെ പറയുന്ന രീതി കൂടെ തന്നെ പറയാം. മൈ കസിൻ ജെയിംസ് ചേട്ടൻ മേ ബി എ വെരി ടാലന്റഡ് പേഴ്സൺ. നോക്കി, അപ്പൊ എക്സാമ്പിൾ കറക്റ്റ് ആയി. ഹി എന്നുള്ളത് ഞാൻ കറക്റ്റ് ആക്കി. ഞാൻ പറയുമ്പോൾ എന്റെ ലൈഫിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ച് ഞാൻ പറയാണ്. കാരണം എന്നാലാണ് എനിക്കത് ഇമോഷണലി ഭംഗിയായിട്ട് പറയാൻ പറ്റുള്ളൂ. നിങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് റിയൽ ലൈഫിൽ ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റുന്ന സബ്ജക്ട്സിനെ എടുത്തുകൊണ്ട് ഇതുപോലെ ഡെവലപ്പ് ചെയ്ത് അങ്ങ് പറഞ്ഞു പഠിക്കുക നമ്മുടെ ഈ സൈക്കോലിംഗ്വിസ്റ്റിക് ട്രെയിനിങ്ങിലൂടെ. അപ്പൊ ഞാൻ പറയുന്ന എക്സാമ്പിൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയുള്ളൂ. മൈ കസിൻ ജെയിംസ് ചേട്ടൻ മേ ബി വെരി ടാലന്റഡ്. എക്സാമ്പിൾ ഈസ് ഓൾ സെറ്റായി. എക്സാമ്പിൾ എന്നാ ഒന്നുകൂടെ പറയാൻ നോക്കിയുള്ളൂ. മൈ കസിൻ ജെയിംസ് ചേട്ടൻ മേ ബി വെരി ടാലന്റഡ്. കണ്ട, മേ ബി എന്നുള്ള സ്ട്രക്ചറാണ് ഉപയോഗിക്കുന്നത്. ഈസ്, വാസ്, വിൽ ബി, ക്യാൻ ബി, മേ ബി, ഷുഡ് ഹാവ് ബീൻ, മൈറ്റ് ഹാവ് ബീൻ, ഇങ്ങനെ ഒരുപാട് സ്ട്രക്ചറുകളുണ്ട്. അതിൽ മേ ബി മാത്രമാണ് ഞാൻ എപ്പോഴും പറയുന്നുള്ളൂ. പക്ഷെ എന്ത് വേണം, ഇത് ബുദ്ധിപരമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല. കാരണം ഇതൊക്കെ ഓൾറെഡി ബുദ്ധിപരമായിട്ട് 5 മിനിറ്റിനുള്ളിൽ എല്ലാം പഠിച്ചെടുക്കാം. ബി, ഡു, ഹാവിന്റെ ഫുൾ സ്ട്രക്ചേഴ്സ് പഠിക്കാൻ വെറും 5 മിനിറ്റ് മതി. ബുദ്ധിപരമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വെറും നിമിഷങ്ങൾ മാത്രം മതി. പക്ഷെ അതിന് നമ്മൾ ഹൃദയം കൊണ്ട് അറിഞ്ഞ് ആസ്വദിച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് ചിലപ്പോൾ പക്ഷേ ധാരാളം സമയം വേണ്ടി വരും. മനുഷ്യനെ മനസ്സിലാക്കുന്നതിനും അവരെ അടുത്തറിയുന്നതിനും ഇതുപോലെ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മള് മൈ കസിൻ ജെയിംസ് ചേട്ടൻ മേ ബി വെരി ടാലന്റഡ് എന്ന എക്സാമ്പിൾ ഞാൻ എന്താ 3 സ്റ്റെപ്പിലൂടെ ആദ്യം ബുദ്ധിയിൽ പറയും. അത് കഴിഞ്ഞാൽ ഠും നേരെ തിരിച്ച് സബ് കോൺഷ്യസ് ലെവലിൽ പറയും. അപ്പോൾ ആ പറയുന്ന സ്റ്റെപ്പുകൾ ഞാൻ ഇവിടെ ചുമ്മാ ഒരു ഇമേജസുമായി ഇങ്ങനെ കാണിക്കുള്ളൂ. സ്പീക്ക് അപ്പ് എന്ന് പറയാം. അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ നിങ്ങൾക്കറിയാം, മെക്കാനിസം കംപ്ലീറ്റ് അറിയുന്നതാണ്. അതുകൊണ്ട് ഇനിയിപ്പോ 2 പേര് വേണമെന്നില്ല. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പാകത്തിൽ ഞാൻ ഇവിടെ ചെറിയ ഇമേജസ് മാത്രം കാണിച്ചു തരുള്ളൂ. അത് കണ്ടു കഴിഞ്ഞാൽ സ്പീക്ക് അപ്പ്, സോറി, കം അഗെയിൻ, ഷൗട്ട്, ഫീൽ, ലാഫ്, ഈ 6 സ്റ്റെപ്പ്, ഈ 6 ഇമേജസ് കണ്ടു കഴിഞ്ഞാൽ യു കൻ ഈസിലി അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അപ്പൊ അത് പ്രകാരം ഞാൻ പറയുമ്പോൾ സെന്റൻസ് ഈസ് റെഡി. അത് മൈ കസിൻ ജെയിംസ് ചേട്ടൻ മേ ബി വെരി ടാലന്റഡ്. ഓക്കെ, കം ഓൺ. Okay, listen carefully. My cousin James Eden may be very talented. Okay, listen carefully. My cousin James Eden may be very talented. I told you no, my cousin James Eden may be very talented. How many times I told you my cousin James Eden may be very talented? Oh, I'm sorry to say this. My cousin James Eden may be very talented. Oh my God, this is funny. My cousin James Eden may be very talented. Okay. ഇപ്പോൾ നോക്കൂ, ഞാൻ ഈ ഒരൊറ്റ എക്സാമ്പിള് പക്ഷേ ഈ 6 സ്റ്റെപ്പിലൂടെയും, ദാറ്റ് മീൻസ് കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് ലെവൽ, ഈ 2 സ്റ്റെപ്പിലൂടെയും മൊത്തം 6 വട്ടം ഞാൻ കടത്തിക്കൊണ്ടുപോയി ഇതെന്റെ സ്വന്തമായി തീർന്നു. മേ ബി എന്നുള്ള സ്ട്രക്ചർ ഈ സംബടി വെച്ച് പറയാനുള്ളത് ഇറ്റ്സ് മൈ ഓൺ. ഐ ഓൺ ദ ഹോൾ പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടി കംപ്ലീറ്റ് ഇപ്പൊ ഞാൻ സ്വന്തമാക്കി കഴിഞ്ഞു. ഇതുപോലെ ഷുഡ് ബി, മസ്റ്റ് ബി, ഷുഡ് ഹാവ് ബീൻ, മൈറ്റ് ഹാവ് ബീൻ, മസ്റ്റ് ഹാവ് ബീൻ, ഇതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് പറഞ്ഞ് പരിശീലിച്ചു കഴിഞ്ഞാൽ ഈ സ്ട്രക്ചറുകളെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് അങ്ങ് കയറി പറ്റും. നമ്മൾ മുൻപ് പറഞ്ഞ പോലെ ഇത്തരം സ്ട്രക്ചറുകളെ ബുദ്ധി മാത്രം ഉപയോഗിച്ച് പഠിച്ച് പരിശീലിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടതെന്ന് കരുതുന്ന കുറച്ച് ആളുകളെ നമ്മുടെ വീടിന്റെ വരാന്തയിലോ സിറ്റ് ഔട്ടിലോ മാത്രം വിളിച്ചിരുത്തി ചായ കൊടുത്ത് സൽക്കരിച്ച് വിടുന്ന പോലെയാണ്. അവർക്കൊരിക്കലും നമ്മളുമായിട്ട് ഒരു ഊഷ്മളമായിട്ടുള്ള ബന്ധം, സ്വന്തം എന്നൊരു ഫീലിംഗ് ഉണ്ടാവില്ല. കാരണം നമ്മൾ അവരെ ഇരുത്തേണ്ടടുത്ത് വിളിച്ച് കയറ്റേണ്ട അകത്തളങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടില്ല. അവരെ നമ്മൾ പുറമ്പോക്കിലാണ് നിർത്തിയത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സിറ്റ് ഔട്ടും വരാന്താന്ന് പറഞ്ഞാൽ പുറമ്പോക്കാണ്. അവിടെ ഇരുന്ന് ചായ സൽക്കാരം കഴിച്ച് വർത്തമാനം പറഞ്ഞ് പോകുന്നവൻ ഒരിക്കലും നമ്മുടെ ആവശ്യം കണ്ടറിഞ്ഞ് നമ്മുടെ ഉള്ളു തൊടാനായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരില്ല. കാരണം നമ്മൾ അവർക്ക് വേണ്ട പരിഗണന കൊടുത്തില്ല. ഇതുപോലെയാണ് ബുദ്ധിയിൽ നമ്മൾ പരിശീലിക്കുന്ന ഇംഗ്ലീഷ്. ഇനി അങ്ങനെ ആവരുത്. ഇനി നമ്മൾ ഇംഗ്ലീഷിനെ നമ്മളങ്ങ് സ്വാഗതം ചെയ്യണം, നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുവരണം. എങ്ങനെയാണ്? ഈ പ്രാക്ടീസിലൂടെ കൊണ്ടുവന്ന് ഉള്ളിൽ അങ്ങ് കുടിയിരുത്തണം.
then it becomes our own language. Then it will never separate us. It will never depart us. നമ്മൾ ഒരിക്കലും വിട്ടു പോവില്ല. Come on, speak up. Okay, listen. My classmate was very romantic. Sorry. Listen carefully. My classmate was very romantic. Come again. I told you, no, my classmate was very romantic. Shout it. How many times I told you, my classmate was very romantic. Okay, feel it. Oh, I'm sorry to say, my classmate was very romantic. Laugh it. Oh God, this is funny. My classmate was very romantic. Okay, that's fine. Okay, thanks. Come on, speak up. Okay, listen. Our neighbor Ramesh should be more practical. Sorry. Okay, listen carefully. Our neighbor Ramesh should be more practical. Come again. I told you, no, our neighbor Ramesh should be more practical. Shout it. How many times I told you, our neighbor Ramesh should be more practical. Okay, feel it. Oh, I'm sorry to say this. Our neighbor Ramesh should be more practical. Okay, laugh it. Oh God, this is funny. Our neighbor Ramesh should be more practical. Okay, that's fine. Okay, good. ഇപ്പോൾ നോക്കൂ, നമ്മൾ ബി കോളംസിന്റെ 10 സ്ട്രക്ചറുകളും വളരെ ഈസിയായി നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കി. ഐ ആം തൊട്ട് ഐ മൈറ്റ് ഹാവ് ബീൻ വരെ 10 എണ്ണം വളരെ ഫലപ്രദമായിട്ട് നമുക്ക് മനസ്സിലാക്കി. ഈ 10 എണ്ണത്തിന്റെ ഓർഡറിലും അത്തരത്തിലുള്ള ഒരു പരിശീലനത്തിനും കാര്യമായ പ്രസക്തി റിയൽ ലൈഫിൽ ഇല്ല എന്ന് നമുക്കറിയാം. കാരണം നമ്മൾ ആരും റിയൽ ലൈഫിൽ പോയിട്ട് ഐ ആം, ഐ വാസ്, ഐ ബി, ഐ ക്യാൻ ബി, ഐ ഷുഡ് ബി, ഐ ഷുഡ് ഹാവ് ബീൻ, ഐ മൈറ്റ് ഹാവ് ബീൻ, ഇങ്ങനെ ഒരു ഓർഡറിൽ ഒന്നും പറയുന്നില്ല. അങ്ങനെ ഒരു ആവശ്യം നമുക്കില്ല. പക്ഷേ നമ്മൾ സിനിമയുടെ സംഗീതവുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് നമ്മൾ പലപ്പോഴും പറയാറുള്ള എക്സാമ്പിൾ ഒന്നുകൂടെ പറയാണ്. നമുക്ക് സിനിമയില് സരിഗമപദനിസ പാടേണ്ട കാര്യമില്ല, പാട്ടുകളാണ് വേണ്ടത്. പക്ഷെ ഈ പാട്ട് പാടാനായിട്ട് ആരെ വിളിക്കുക? ഈ സരിഗമപദനിസ പാടി സ്വരസ്ഥാനങ്ങള് ഉറച്ച ഒരു ഗായികയെ മാത്രമേ വിളിക്കൂ. അതുപോലെയാണ് ഈ സ്ട്രക്ചറുകൾ ഇങ്ങനെ ഒരുപോലെ നമുക്ക് പറയേണ്ട ആവശ്യം റിയൽ ലൈഫിൽ ഇല്ല എങ്കിൽ പോലും ഇത് കൃത്യമായിട്ട് അറിയുന്ന, ഓരോ സ്ട്രക്ചറും എന്താണ്, അതിന്റെ ഭാവം എന്ത്, അത് എപ്പോ പറയാം, അതെങ്ങനെ കൂട്ടിച്ചേർക്കാം മറ്റു പലതുമായിട്ടും എന്ന് അറിയുന്ന ഒരാൾക്ക് മാത്രമേ ഈ വേണ്ട കോമ്പിനേഷൻസ് ബി, ഡു, ഹാവിൽ നിന്നും ആവശ്യാനുസരണം എടുത്ത് മിക്സ് ചെയ്ത് കറി തയ്യാറാക്കുന്ന പോലെ ഒരു കോൺസെപ്റ്റ്, ഒരു കറി, ഒരു കമ്മ്യൂണിക്കേഷൻ ഐഡിയ നമുക്ക് പ്രസന്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ സരിഗമ പദനിസ പാടി പതിയുന്നത് പോലെ ഈ സ്ട്രക്ചറുകളും ഒരു പരിധി വരെ നമ്മുടെ കൈപ്പിടിയിൽ ശരിക്കും വേണം, നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഈ സ്വരസ്ഥാനങ്ങൾ ഉറച്ച് ഓരോ രാഗങ്ങളും ഓരോ വർണ്ണങ്ങളും എല്ലാം പാടി തെളിഞ്ഞു വന്നിട്ടുള്ള ഒരാൾക്കാണ് സിനിമ പാട്ട് പാടാൻ കൊടുക്കുള്ളൂ. അതുപോലെ തന്നെ ഈ ഓരോ സ്ട്രക്ചറുകളും അതിന്റെ ഇമോഷൻ, എല്ലാ ഇമോഷനിലൂടെയും നമ്മൾ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ അങ്ങോട്ട് ഫ്രീ ഫ്ലോ അങ്ങ് വന്നാൽ മാത്രമാണ്, അത് വന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് ഇവയെ മിക്സ് ചെയ്ത് എല്ലാ ആശയങ്ങളുമായിട്ടും ബി, ഡു, ഹാവ് ആശയങ്ങളും ഒക്കെ മിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ സിനിമാ പാട്ട് അഥവാ സംഭാഷണ വിദ്യ എന്ന് പറയുന്ന ആ സംഭാഷണ ശകലങ്ങൾ നമുക്ക് അങ്ങ് പുറത്തേക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ. അതിനാണിത് ഓരോ സ്ട്രക്ചറുകളും നിരവധി വട്ടം പാടി തെളിഞ്ഞ് സാധനയിലൂടെ അങ്ങ് തെളിയിച്ചെടുക്കണം എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ഭാഷയുടെ ഈ സാധന സമ്പ്രദായത്തിനെയാണ് നമ്മൾ സൈക്കോ ലിംഗ്വിസ്റ്റിക് ട്രെയിനിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ഭാഷയുടെ സാധനാ സിസ്റ്റമാണ് ഈ സൈക്കോ ലിംഗ്വിസ്റ്റിക് ട്രെയിനിങ്. ഇതിലൂടെ കടത്തിക്കൊണ്ട് പോയാൽ മാത്രമാണ് സംഗീതത്തില് നമ്പർ 1 ആവുന്ന പോലെ ഈ സംഭാഷണ വിദ്യയിൽ നമ്പർ 1 ആകൂ. കാരണം ഇമോഷണൽ അറ്റാച്ച്മെന്റിലാണ് എല്ലാ സംഗതികളും ബന്ധപ്പെട്ട് കിടക്കുന്നത്, ഇന്റലക്ച്വൽ കണക്ഷനിലല്ല. ഇത് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് തുടക്കത്തിൽ ചോദിച്ച അതേ ചോദ്യമാണല്ലോ, ഒരു മെറ്റാഫിസിക്കൽ ചോദ്യമില്ലേ, ഹു ആർ യു, നിങ്ങൾ ആരാണ് എന്നുള്ള ചോദ്യം. ഈ ഇമോഷണൽ തലത്തിൽ നമുക്ക് ഈ ഹു ആർ യു എന്ന ചോദ്യത്തിനെ ഒന്ന് പരിചയപ്പെടാം. അപ്പൊ ഈ ഇമോഷണൽ തലത്തിൽ ചോദിച്ചാലും പറഞ്ഞാലും ഉള്ള റിസൾട്ട്സ് എന്തായിരിക്കുമെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ അന്നത്തെ യാത്രയിലൊന്നും പാസ്പോർട്ടൊക്കെ ഉണ്ട് ആൾക്കാർക്ക്, പക്ഷെ ഫ്ലൈറ്റിലുള്ള യാത്രയൊന്നും അധികം ഇല്ല. അതൊക്കെ വളരെ അപൂർവമുള്ള സമയത്താണ്. അപ്പൊ പാസ്പോർട്ടും ഡീറ്റെയിൽസ് ഒക്കെ ഇറങ്ങാൻ പോകുന്ന സമയത്ത് അതിലത്തെ ആ ഓഫീസറെ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ കടയിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഒരു യോഗി, അപ്പൊ ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ എല്ലാം സർവസംഘ പരിത്യാഗി എന്നുള്ള രീതിയിൽ മറ്റൊന്നുമില്ല. എന്തൊക്കെയോ സന്ദേശങ്ങൾ, നല്ല സന്ദേശങ്ങൾ, മാനവികതയുടെ സന്ദേശങ്ങൾ, സ്നേഹത്തിന്റെ പ്രവാചകൻ എന്നൊക്കെ പറയുന്ന പോലെ കുറച്ച് കാര്യങ്ങൾ കാണുന്ന പല ആളുകൾക്കും പറഞ്ഞു കൊടുക്കണം, പകർന്നു കൊടുക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ട് ഇദ്ദേഹം യാത്ര തിരിച്ചതാണ്. അപ്പൊ കപ്പലിൽ നിന്നും ഇറങ്ങാൻ പോകുന്ന സമയത്ത് എല്ലാവരും ഈ പാസ്പോർട്ട് ഡോക്യുമെന്റ്സ് കൊടുത്തിട്ട് ഇറങ്ങാൻ കണ്ടപ്പോഴാണ് ഇദ്ദേഹത്തിന് മനസ്സിലായേ ഇദ്ദേഹത്തിന്റെ കയ്യിൽ അങ്ങനെ ഒരു രേഖയോ ഡോക്യുമെന്റ്സ് ഒന്നുമില്ല. അപ്പൊ ഇറങ്ങാൻ പോകുന്ന സമയത്ത്
നമ്മൾ പറയുന്ന പോലെയല്ല. അവരുടെ മറയില്ലാത്ത ഹൃദയത്തിൽ നിന്നും മിസൈൽ പോലെയാണ് ആ വേർഡ് അങ്ങ് പോയത്, ആ തറച്ചത്. അത് കേട്ടപ്പോ തന്നെ അങ്ങോട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഉടനെ നമ്മൾ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഐ എം സോറി മൈ ഡിയർ, സോറി ബ്രദർ, പോയിക്കൊള്ളാൻ പറഞ്ഞു. എന്നിട്ട് എപ്പോഴാണ് വരുന്നെന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം, വന്നിട്ട് താങ്കൾ വന്നതിന് ശേഷം നമ്മൾ ഷിപ്പ് എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. യെസ് ബ്രദർ എന്ന് പറഞ്ഞിട്ട് ആളിറങ്ങിപ്പോയി. അപ്പൊ ആ ഒരു ക്യാപ്റ്റൻ ഈ ഡോക്യുമെന്റ്സ് വാങ്ങിക്കുന്ന ആൾ ചോദിക്കണം, യെസ് പ്രൊഡ്യൂസ് യുവർ ഡോക്യുമെന്റ്സ്. നോ ഡോക്യുമെന്റ്സ്, നോ ഡോക്യുമെന്റ്സ്. ദെൻ വൈ ഡിഡ് യു കം ഹിയർ ചോദിച്ചു. അപ്പൊ ഇവരെന്ന് പറഞ്ഞാൽ മറിയില്ലാത്തവരാണ്. ഇവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് തുറന്നിരിക്കുന്നവരാണ്. ഇവർ പറയുന്നതൊക്കെ മിസൈൽസ് പോലെ തറച്ചു കയറും. വൈ ഡിഡ് യു കം ടു ദിസ് പ്ലേസ് ചോദ്യമാണ്. Then he answered him, I came to meet my brothers. Simple, because he experiences എല്ലാവരെയും സഹോദരന്മാരെ പോലെ. കാരണം തന്റെ തന്നെ ഭാഗങ്ങളായിട്ട് അവർ മറ്റെല്ലാ ജീവജാലങ്ങളെ പോലും കാണുന്ന, അനുഭവിക്കുന്ന, ജീവിക്കുന്ന ഒരു ജീവിതചര്യയിൽ ജീവിക്കുന്നവരാണ് ഇവരൊക്കെ. യോഗി ടൈപ്പ് ആൾക്കാർ പറയണം, ഐ കെയിം ടു സീ മൈ ബ്രദേഴ്സ്. ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പൊ അയാള് നോക്കണം, ഹൂസ് യുവർ ബ്രദർ? ഇങ്ങോട്ട് നോക്കി പറഞ്ഞു, യു ആർ മൈ ബ്രദർ. ഇമോഷണൽ തലത്തില് സബ് കോൺഷ്യസ് ലെവലിൽ നിന്ന് നിങ്ങൾ കൊടുക്കുന്ന വാക്കെന്ന് പറഞ്ഞാൽ അത് തൊടുത്തുവിടുന്ന മിസൈൽ പോലെയാണ്. അതങ്ങ് തറയ്ക്കും, ലക്ഷ്യം ഭേദിക്കാതെ തിരിച്ചു വരില്ല. അത് അത്തരത്തിലുള്ള പവർഫുൾ വേർഡ്സ് ആണ് വെൻ യു കമ്മ്യൂണിക്കേറ്റ് ഫ്രം ദ സബ് കോൺഷ്യസ് ലെവൽ. ഈ ഹു ആർ യു എന്നുള്ള ഈ ചോദ്യം ഒരിക്കൽ കൽക്കട്ടയുടെ തെരുവുകളിലും കേട്ടിട്ടുണ്ട്. അതിന്റെ മറുപടിയും അത്ഭുതകരമായിട്ടുള്ള ഒന്നായിരുന്നു. കൽക്കട്ടയിലെ ഈ റിച്ച് ബിസിനസ് പീപ്പിൾ ഉള്ള ഒരു തെരുവിലൂടെ ഒരിക്കല് പാവങ്ങളുടെ അമ്മയായിട്ടുള്ള മദർ തെരേസ, അന്ന് ഇത്ര വലിയ സെറ്റപ്പും ബിൽഡിങ്സോ സാഹചര്യങ്ങളോ ഒന്നുമില്ല, തെരുവിൽ കഴിയുന്ന കുഞ്ഞുങ്ങളെ രണ്ട് കൈയിലും വാരിയെടുത്തുകൊണ്ട്, വാരിപ്പുണർന്നുകൊണ്ട് അഴുക്കുപുരണ്ട വസ്ത്രങ്ങളുമായിട്ട് ഈ തെരുവിലൂടെ നടന്ന് തെണ്ടുകയാണ്, എന്തെങ്കിലും ഒരു സഹായം കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ബിസിനസ്സുകാരന്റെ അടുത്ത് ചെന്നു ചോദിക്കാൻ, കൈ നീട്ടി നിൽക്കുകയാണ്, എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ചിട്ട്. ബിസിനസ് പീപ്പിൾ ആസ് യൂഷ്വൽ അവർ പതിവ് പോലെ ചോദിച്ചു, ഹു ആർ യു, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. അവരങ്ങനെ ചുമ്മാ ഒന്നും കൊടുക്കില്ല. അവർക്ക് ബോധിച്ചാൽ മാത്രമേ അവരെന്തെങ്കിലും സംഭാവനയോ ഡൊണേഷനോ മറ്റോ കൊടുക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ, ഈ സെയിം ചോദ്യം ഇത് ചോദിച്ചപ്പോൾ മദർ തെരേസയ്ക്ക് മറ്റൊന്നും പറയാനില്ലായിരുന്നു. മദർ തെരേസ പറഞ്ഞു, ഞാൻ ഈ പാവങ്ങളുടെ അമ്മയാണെന്ന് പറഞ്ഞു, ഞാൻ ഈ തെരുവിൽ കഴിയുന്ന കുഞ്ഞുങ്ങളുടെ അമ്മയാണെന്ന് പറഞ്ഞു, എന്തെങ്കിലും സഹായം വേണമെന്നുകൊണ്ട് കൈനീട്ടി. അപ്പൊ ബിസിനസ്സുകാർ അയാളുടെ സംസ്കാരത്തിൽ നിന്നുകൊണ്ട് കാർക്കിച്ച് ഒരൊറ്റ തുപ്പ നീട്ടി കയ്യിലേക്ക്, എന്നിട്ട് പറഞ്ഞു, ടേക്ക് ഇറ്റ്, ഇത് കൊണ്ടുപോയിക്കോളാം പറഞ്ഞു. അപ്പോ മദർ തെരേസ എന്ത് ചെയ്താലും ഓൾറെഡി അഴുക്ക് പുരണ്ട വൃത്തിയില്ലാത്ത വസ്ത്രങ്ങളൊക്കെയാണ്. ആ വസ്ത്രത്തിൽ ആ അഴുക്ക് തുടച്ചു. ഓൾറെഡി അഴുക്ക് പുരണ്ട വസ്ത്രമല്ല, അതിൽ തുടച്ചിട്ട് വീണ്ടും കൈ നീട്ടിക്കൊണ്ട് ചോദിച്ചു, എനിക്കിത് മതി സാർ, എന്റെ മക്കൾക്ക് എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ചു. ആ വാക്ക് അതൊരു മിസൈലാണ്. അഹങ്കാരത്തിന്റെ ഒരു മൂടുപടമില്ലാത്ത, ഒരു മറയില്ലാത്ത സബ് കോൺഷ്യസ് മൈൻഡ് എന്ന മഹാസാഗരത്തിൽ നിന്നും തൊടുത്തുവിട്ട മിസൈലായിരുന്നു ആ വാക്ക്. ആ മനുഷ്യന് മുട്ടിന്മേൽ നിന്നുകൊണ്ട് ആ മഹതിയുടെ കാൽക്കൽ വീണ് കരയാനല്ലാതെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അയാൾ തകർന്നു പോയി. ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം വരുന്ന വാക്ക് അതുപോലെയുള്ള പവർ ചേംബറിൽ നിന്ന്, സബ് കോൺഷ്യസ് മൈൻഡിന്റെ ശക്തി കേന്ദ്രത്തിൽ നിന്നാണ് ആ വാക്കുകൾ ഉതിർന്നു വീണത്. ബുള്ളറ്റും മിസൈലും പോലും അതിന്റെ മുൻപിൽ ഒന്നുമല്ല, അത്ര ശക്തമാണ് ആ വാക്ക്. അപ്പോൾ ഇത്തരം വാക്കുകൾ ഇത്രമാത്രം ആളുകളെ ചലിപ്പിക്കുന്നതിനും അവരെ ഇളക്കി മറിക്കുന്നതിനും അവരെ സ്വന്തമാക്കുന്നതിനും കീഴടക്കുന്നതിനും സഹായിക്കാനായിട്ട് ഇത്തരത്തിലുള്ള ഗ്രേറ്റ് മാസ്റ്റേഴ്സിനെ സഹായിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അവർ ഇത്തരം വാക്കുകൾ തൊടുത്തുവിടുന്നത് സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ്. അല്ലാതെ തുച്ഛമായിട്ടുള്ള ഈ കുഞ്ഞെ പീക്കിരിയായിട്ടുള്ള കോൺഷ്യസ് മൈൻഡിൽ നിന്നല്ല, അവരുടെ ബുദ്ധിതലത്തിൽ നിന്നല്ല. ഈ സീക്രട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഭാഷ പഠനം, നിങ്ങളുടെ ഇംഗ്ലീഷ് ഭാഷ മറ്റുള്ളവർ കേൾക്കുമ്പോൾ ഇംപ്രസ്ഡ് ആവണമെന്നും ഇൻസ്പയർഡ് ആവണമെന്നും അവർ ചലിക്കണമെന്നും ആഗ്രഹമുള്ളത് കൊണ്ടാണ് അതിന് തക്ക രീതിയിൽ നിങ്ങളുടെ ഭാഷയെ ശക്തിമത്താക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പരിശീലനം നിങ്ങൾക്ക് പകർന്നു തരുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കിയാലേ നിങ്ങൾ അതുപോലെ പരിശീലിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് പലപ്പോഴായിട്ട് ഞാൻ ഇത്തരം ചെറിയ ചെറിയ കഥകളൊക്കെ പറയുന്നത്. അപ്പൊ ഈ ഹു ആർ യു എന്നൊരു ഒരൊറ്റ ചോദ്യം എത്ര ആളുകളെ ചലിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ഇത് ചലിപ്പിക്കുന്നതിന്റെ കാരണം മനസ്സിലായി. ഇതൊക്കെ വരുന്നത് സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ്. പണ്ട് ഒരിക്കല് നമ്മുടെ ജർമ്മനിയിലെ ഒരു വളരെ വിഖ്യാതമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്ന
ഒരു മനുഷ്യനുണ്ട്. ഇദ്ദേഹം പതിവ് പോലെ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പഴി ബുക്ക് സ്റ്റാളിൽ കയറി ഏതൊക്കെയോ പുസ്തകങ്ങൾ അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ വഴിയിൽ ഒരു ബ്ലോക്കായിട്ട്, ഒരു തടസ്സമായിട്ട് ഒരു കുഞ്ഞു കുട്ടി വന്ന് നിൽക്കുകയാണ്. അവൻ എന്തോ അന്വേഷിച്ച് നടക്കുന്നതിന്റെ ഇടയിൽ യാദൃശികമായിട്ട് അവിടെ വന്ന് പെട്ടുപോയതാണ്. അപ്പൊ പ്രൊഫസർ കയ്യിൽ ഓൾറെഡി 1-2 വലിയ ഗ്രന്ഥക്കെട്ടുകളുണ്ട്, കണ്ണടയുണ്ട്, വലിയൊരു ലുക്കുണ്ട്, എല്ലാം ഭയങ്കര ഗംഭീരമായിട്ടുള്ള പ്രൗഢഗംഭീരമായിട്ടുള്ള ലുക്കിൽ നിന്നിട്ട് വഴി മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പൊ ആ കുട്ടി വഴി മാറുന്നില്ല. അപ്പൊ ഈ പ്രൊഫസർ ആ കുഞ്ഞിനോട് ചോദിക്കാണ്, ഹു ആർ യു എന്ന്. നീ ആരെങ്ങനെ? കാരണം ഇത്രയും വലിയൊരു പ്രൊഫസറായി ഞാൻ വന്ന് നിൽക്കുമ്പോൾ നീ ഇങ്ങനെ വഴി തടഞ്ഞു നിൽക്കേ, ഹു ആർ യു? അപ്പൊ ആ കുട്ടി തിരിച്ച് ഇങ്ങോട്ട് ചോദിക്കാണ്, ഹു ആർ യു എന്ന്. ഇത്രയും വേഷഭൂഷാദികളും ഗ്രന്ഥക്കെട്ടുകളും കണ്ണടയും കണ്ടിട്ട് ഞാനിങ്ങനെ ഒരു പ്രൊഫസറാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ വീണ്ടും എന്റെ അടുത്ത് ഹു ആർ യു എന്ന് ചോദിച്ചെങ്കിൽ ആ കുഞ്ഞിന് മനസ്സിലാവാത്ത എന്തോ ഈ രൂപഭാവങ്ങൾക്ക് അപ്പുറമുള്ള എന്നിലുണ്ട് എന്ന് ഇവൻ ചിന്തിക്കാൻ തുടങ്ങി. എങ്കിൽ ഞാൻ ആരായിരിക്കും? ഈ രൂപത്തിൽ കാണുന്ന എന്നെ അവന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അപ്പൊ ഈ രൂപങ്ങൾക്ക് അപ്പുറമുള്ള എന്തോ അല്ലേ ഞാൻ? എങ്കിൽ ഹു ആം ഐ? അവൻ അവിടെ നിന്ന് ആലോചിക്കാൻ തുടങ്ങി, ഈ പ്രൊഫസർ. ആൻഡ് ദാറ്റ് മൊമെന്റ് വാസ് ദ ബർത്ത് ഓഫ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഫിലോസഫേഴ്സ് ഓഫ് ജർമ്മനി, ഷോപ്പൻഹവർ. ഇങ്ങനെയാണ് പല മഹാന്മാരുടെയും ജന്മം. അവർ ഈ ഹു ആം ഐ എന്നുള്ള ചിന്തയിലേക്ക് അവരങ്ങ് എൻറ്റർ ചെയ്യുന്നതോട് കൂടിയിട്ട് ഇറ്റ് ട്രാൻസ്ഫോംസ് ദെയർ എൻറ്റയർ ലൈഫ്. But this transformation happens with the question triggered from an innocent mind, or a mind which is as pure as a child's innocent heart. അത്ര നിഷ്കളങ്കമായിട്ടുള്ള സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് വരുന്ന ആ ഒരു ചോദ്യമാണ്, ആ ഒരു മിസൈലാണ് ഇത്തരത്തിലുള്ള സകല പരിവർത്തനങ്ങൾക്കും വഴിവെക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഭാഷയും ഇംഗ്ലീഷ് ആയാലും മലയാളമായാലും നിങ്ങൾ സംസാരിക്കുമ്പോൾ അത് മറ്റുള്ളവരെ ചലിപ്പിക്കണമെങ്കിൽ യു ടോക്ക് ഫ്രം ദ ഹാർട്ട്. ഇഫ് യു ടോക്ക് ഫ്രം ദ ഹാർട്ട്, ഇറ്റ് വിൽ റീച്ച് ദ ഹാർട്ട്. If you talk from the brain, it will reach the brain. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ആലോചിച്ച് പ്രാസമൊപ്പിച്ച് ഭംഗിയിൽ സംസാരിക്കുന്നവരെക്കാളും ഒരു ആലോചനയും ഇല്ലാതെ, ഒരു പ്രാസവും ഇല്ലാതെ, അത്തരം നല്ല ഉച്ചാരണവും പോലും ഇല്ലാതെ ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുന്നവരാണ് ജനലക്ഷങ്ങളെ തൊടുന്നതും സ്വാധീനിക്കുന്നതും. അപ്പൊ അത്തരത്തിലുള്ളൊരു വിദ്യയാണ് നമ്മളിപ്പോൾ ഈ സബ് കോൺഷ്യസ് ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ പകർന്നു തരുന്നത്. അപ്പൊ നമ്മുടെ ഭാഷയും അതുപോലെ ശക്തിമത്താവണം. അതിനു വേണ്ടിയിട്ടാണ് ഈ സൈക്കോ ലിംഗ്വിസ്റ്റിക് ട്രെയിനിങ്ങിലൂടെ മാത്രമേ ഇത് പരിശീലിക്കാവൂ എന്ന് നിഷ്കർഷിക്കുന്നത്. ഓക്കെ അല്ലേ? We'll meet again tomorrow with another technique. Till then, keep practicing. Okay? Practice ചെയ്തുകൊണ്ടിരിക്കുക. മോഡലൊക്കെ ഉണ്ടെങ്കിൽ മോഡൽ ജസ്റ്റ് ഒന്ന് കാണാം. And then we'll meet again in the next session. Bye bye. Take care.